സ്പാനിഷ് ലാലിഗയിൽ വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ ഇഞ്ചുറി സമയത്തെ ഗോളിലാണ് കരുത്തരായ റയൽ മാഡ്രിഡ് അലാവസിനെ വീഴ്ത്തിയത്. മത്സരം സമനിലയിലേക്ക് നേവരും ഉറപ്പിച്ച സമയത്താണ് കളിയുടെ 91-ാം മിനിറ്റിൽ റയൽ താരം ലൂക്കാസ് വാസ്കസ് ഹെഡറിലൂടെ വല കുലുക്കുന്നത്. ഒരു ഗോൾ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ജിറോണയെ മറികടന്ന് റയൽ ഒന്നാമതെത്തി. 54-ാം മിനിറ്റിൽ പ്രതിരോധ താരം നാച്ചോ ചുവപ്പ് കാർഡ് കിട്ടി പുറത്തായതോടെ 10 പേരുമായാണ് റയൽ കളിച്ചത്. നിശ്ചിത സമയം വരെ റയലിനെ സമനിലയിൽ തളച്ച അലാവസ് ഇഞ്ചുറി ടൈമിൽ ഗോൾ വഴങ്ങി. ഇതോടെ 18 കളിയിൽ 14 വിജയത്തോടെ 45 പോയിന്റാണ് റയലിനുള്ളത്. 16-ാം സ്ഥാനത്താണ് അലാവസ്. ഗോൾ വഴങ്ങിയതിന് പിന്നാലെ അലാവസ് പരിശീലകൻ ലൂയിസ് ഗാർഷ്യ പ്ലാസ നടത്തിയ രോക്ഷപ്രകടനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ. കുപ്പിവെള്ളത്തിന്റെ ബോക്സ് തട്ടിത്തെറിപ്പിച്ച ലൂയിസ് സ്പോർട്സ് സ്റ്റാഫിന്റെ കോളറിൽ കുത്തിപ്പിടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. റയൽ താരങ്ങൾ ഗോൾ ആഘോഷിക്കുമ്പോൾ ഇപ്പുറത്ത് അലാവസ് പരിശീലകൻ തന്റെ രോക്ഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ നിലതെറ്റിയ നിലയിലായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.